ഡേഞ്ചർ കോയിൻ ടാസ്കിൽ ആദ്യം മിസ്റ്റേക്ക് പറ്റിയത് ജിൻഡോയ്ക്കാണ്. കാരണം ജിൻഡോയാണ് ഋഷീനെ പിടിച്ചു വെച്ച് ഡേഞ്ചർ കോയിൻ ഒട്ടിക്കുന്നത്. പിടിച്ചു വെച്ച് ഒട്ടിച്ചത് മാത്രമല്ല, പിന്നെ ബസർ അടിക്കുന്നത് വരെ ഋഷീനെ വിട്ടില്ല. ഇങ്ങനെ പിടിച്ചമർത്തി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ഋഷിയും ഗബ്രിയും പറയുന്നുണ്ട്, ഇതിങ്ങനെയല്ല കളിക്കേണ്ടത്, നിങ്ങൾ പിടിച്ചു വെച്ച് ഒട്ടിച്ചോളൂ, ഒട്ടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പിടിവിടൂ. അപ്പോൾ വീട്ടുകാരും ആരും സമ്മതിക്കുന്നില്ല. വീട്ടുകാരും പറയുന്നത് അങ്ങനെ പിടിച്ചു വയ്ക്കുന്നത് ഗെയിമിൻ്റെ ഭാഗമാണെന്നാണ്. അപ്പോൾ ഋഷി അവിടെ എടുത്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഈ ഡ്രസ്സ് തന്നിരിക്കുന്നത്? അത് ആരുടെ സഹായം ഇല്ലാതെ അവിടെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങൾ പിടിച്ചു വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ റിലീസ് ചെയ്യും എന്ന്. അപ്പോൾ വീട്ടുകാരും അപ്പം സമ്മതിക്കുന്നില്ല. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, സെക്കൻഡ് റൗണ്ടിൽ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു അറ്റാക്ക് ചെയ്യും എന്നുള്ളത്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഗബ്രിയുടെ മേത്ത് ജിൻഡോ ഒട്ടിക്കുന്നു, പിടിവിടുന്നില്ല. രണ്ടുപേരും കൂടെ താഴത്ത് വീഴുന്നു. അവിടെ കിടന്ന് പിടിയും വലിയായി ആകെ ബഹളായ സമയത്ത് ബിഗ് ബോസ് വിളിച്ചിട്ട് രണ്ടുപേരെയും 2 റൂമിലേക്ക് ആക്കുന്നു. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെങ്കിലും ആദ്യം വീട്ടുകാരെല്ലാം ജിൻഡോൻ്റെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ജിൻഡോ തുടർന്നും സെയിം ഗെയിം തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ശരണ്യയ്ക്ക് നല്ല രീതിയിൽ പരിക്ക്